കഞ്ചാവ് വലിച്ചതിന് കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ച വരയന്നൂർ മുട്ടപ്പള്ളിയിൽ കോളനി വാലുപറമ്പിൽ വീട്ടിൽ KM സുരേഷിന്റെ തൂങ്ങിമരണം സംബന്ധിച്ച് പ്രത്യേക സംഘം ഇതുവരെ അന്വേഷണം ഏറ്റെടുത്തിട്ടില്ല. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് സംശയമുയരുന്നു. മാർച്ച് 22-നാണ് സുരേഷിനെ കൊന്നി ഇളക്കൊള്ളൂരിലെ മാങ്കോസ്റ്റിൻ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ 4 വാരിയലുകൾ ഒടിഞ്ഞതും ചൂരൽ കൊണ്ട് മർദ്ദനമേറ്റതും വ്യക്തമായിരുന്നു. ഈ വിവരം മറച്ചുവെച്ച് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം മാധ്യമങ്ങളാണ് തകർത്തത്. കഞ്ചാവ് കേസ് പ്രതിയെ പോലീസ് കൊന്നു കെട്ടിത്തൂക്കിയതാകാമെന്ന ആരോപണം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നതോടെ അന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ ചുമതലയുണ്ടായിരുന്ന കൊട്ടാരക്കര റൂറൽ SP M സാബു മാത്യു DIG അജിത ബീഗത്തിന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പ്രൊസീജിയർ ഇറക്കി. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP KA വിദ്യാധരന്റെ നേതൃത്വത്തിൽ 14-അംഗ ടീമിനെയാണ് അന്വേഷണത്തിനായി നിയോഗിച്ചത്. കഴിഞ്ഞ 22-നാണ് ഉത്തരവ് വന്നത്. 5 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ അന്വേഷണം തുടങ്ങാൻ ജില്ലാ ക്രൈംബ്രാഞ്ചിന് ആയിട്ടില്ല. ഇതിന് കാരണം പരിശീലനം കഴിഞ്ഞ് മടങ്ങി വന്ന ജില്ലാ പോലീസ് മേധാവി VG വിനോദ് കുമാറിന്റെ ഇടപെടലാണെന്ന് ആക്ഷേപം ശക്തമാണ്. SP-യുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ജില്ലാ ക്രൈംബ്രാഞ്ച്. കേസ് സംബന്ധിച്ച ഒരു ഫയലുകളും ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിച്ചിട്ടില്ല. നിലവിലുണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊന്നി പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്നു. പ്രത്യേക സംഘം വന്നതോടെ അദ്ദേഹത്തിൽ നിന്നും ആ ചുമതല നീക്കി. കൊന്നി ഇൻസ്പെക്ടർ പുതിയ ടീമിലുമുണ്ട്. കേസ് അന്വേഷണം പുതിയ ടീമിന് കൈമാറുന്നതിന് പകരം തിരക്കിട്ട് ഒരു FIR കോയിപ്രം സ്റ്റേഷനിൽ ഇടുകയാണ് ചെയ്തത്. ഇത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോലീസിനെ കൊണ്ടുചെന്നെത്തിച്ചു. പോലീസിന്റെ പേരുദോഷം നീക്കാൻ കുറ്റം മറ്റൊരാളുടെ തലയിൽ ചുമത്തുന്ന തരത്തിലുള്ള FIR ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തൂങ്ങി മരിച്ച സുരേഷിന് മുൻപ് ക്രൂരമർദ്ദനമേറ്റിരുന്നുവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതിക്കൂട്ടിലായിരിക്കുമ്പോഴാണ് സുരേഷിനെ ട്യൂട്ടർ ആയിഷ് എന്നൊരാൾ മർദ്ദിച്ചുവെന്ന് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇയാൾ സുരേഷിനെ മർദ്ദിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തുവെന്ന് FIR-ൽ പറയുന്നു. ഇവർക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്ന വരയന്നൂർ കൈരളിപ്പടി വില്ലോത്ത് പറമ്പിൽ വീട്ടിൽ അനിൽകുമാറിന്റെ മൊഴി വാങ്ങിയാണ് കോയിപ്രം പോലീസ് 567/25 നമ്പറായി FIR ഇട്ടത്. ഈ FIR പോലീസിനെ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കുകയാണ്. FIR-ൽ സ്റ്റേഷനിൽ വിവരം ലഭിച്ച സമയം 23-ന് പുലർച്ചെ 1 മണിയാണ്. GD എൻട്രിയാക്കി FIR ഇട്ടിരിക്കുന്നത് 2:43-നാണ്. ഇത്ര പുലർച്ചെ ഇങ്ങനൊരു FIR ആരുടെ താല്പര്യപ്രകാരമാണ് എന്ന് വ്യക്തമാണ്. 1 മാസം മുൻപ് നടന്ന ഒരു അടിപിടിയെക്കുറിച്ച് വാദി പുലർച്ചെ 1 മണിക്ക് സ്റ്റേഷനിലെത്തി വിവരം നൽകുകയും ഉടൻ തന്നെ അയാളുടെ മൊഴി വാങ്ങി 2:43-ന് FIR ഇടുകയും ചെയ്തുവെന്ന മിന്നൽ നീക്കം പോലീസിന്റെ രക്ഷപ്പെടലിന്റെ ഭാഗമാണ്. ഈ FIR വന്നത് പ്രത്യേക സംഘം കേസ് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷമാണ്. ഈ പുതിയ കേസ് ആരന്വേഷിക്കുമെന്നതാണ് പ്രസക്തമായ ചോദ്യം. നിലവിൽ പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സുരേഷിന്റെ ദുരൂഹ മരണം സംബന്ധിച്ച കേസ് 14-അംഗ പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന കോയിപ്രം പോലീസിന് മർദ്ദനത്തിനിട്ട പുതിയ FIR അന്വേഷിക്കാൻ കഴിയില്ല. ഈ കേസ് പ്രത്യേക സംഘത്തിന് കൈമാറിയിട്ടുമില്ല. നിലവിൽ ഈ FIR കോയിപ്രം പോലീസ് ഒരു പിടിവള്ളിയായി ഉപയോഗിക്കാനാണ് സാധ്യത. മാർച്ച് 20-ന് നടന്ന സംഭവത്തിൽ മെയ് 23-നാണ് കേസ് എടുത്തത് എന്നുള്ളത് പോലീസിന്റെ അട്ടിമറി നീക്കമെന്ന സംശയത്തിന് ആക്കം കൂട്ടുന്നു. വാദിയെയും പ്രതിയെയും പോലീസ് തന്നെ സ്വാധീനിച്ച് തട്ടിക്കൂട്ടിയ കേസാണിതെന്നാണ് സംശയം.